As many of you know, my life has not always been entirely a bed of roses. I've also experienced the pain of thorns. I've faced many health crises since childhood, but my father and mother have never let me feel that I've suffered. My father and mother have always stood by me. എന്റെ ജീവിതം എപ്പോഴും പനീർ പൂക്കളുടെ ഒരു കിടക്കയായിരുന്നില്ല. ധനികരിൽ ധനികനായ മുകേഷ് അംബാനിയെ കരയിച്ച തന്റെ മകന്റെ വാക്കുകളാണിത്. കുട്ടിക്കാലം മുതൽ ഞാൻ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ എന്റെ അച്ഛനും അമ്മയും ആ വേദന അനുഭവിക്കാൻ എന്നെ അനുവദിച്ചില്ല. ഞാൻ കഷ്ടപ്പെടുന്നുവെന്ന് തോന്നുമ്പോൾ അവർ എപ്പോഴും എനിക്കൊപ്പം നിന്നു. എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് സാധിക്കുമെന്ന തോന്നലുണ്ടാക്കിയതും അവർ രണ്ടുപേരുമാണ്. ഒരുപാട് നന്ദി. അനന്ത് അംബാനി തന്റെ പ്രീ വെഡിംഗ് ആഘോഷങ്ങൾക്കിടെ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ മുകേഷ് അംബാനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. തന്നെ പ്രത്യേകമായി പരിഗണിച്ചതിന് മാതാപിതാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു അനന്ത് അംബാനി തന്റെ വാക്കുകൾ ആരംഭിച്ചത്. അനന്ത് അംബാനി രാധിക മർച്ചന്റ് വിവാഹം ചർച്ചയാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മറ്റൊരു ചർച്ച അനന്ത് ശരീരഭാരം കുറച്ചത് എങ്ങനെയെന്നതാണ്. അനന്ത് അംബാനിയുടെ ഡയറ്റ് പ്ലാൻ ആണ് ചർച്ചാ വിഷയം ആയിരിക്കുന്നത്. ഇതിലൂടെ അമ്മ നിത അംബാനി ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖം വീണ്ടും ശ്രദ്ധേയമാവുകയാണ്. 208 കിലോ ശരീരഭാരമുണ്ടായിരുന്ന അനന്ത് 18 മാസം കൊണ്ട് കുറച്ചത് 108 കിലോയാണ്. ജങ്ക് ഫുഡ് ധാരാളം കഴിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം. അനന്തിന്റെ ഭക്ഷണത്തിൽ നിന്ന് ആദ്യം തന്നെ ജങ്ക് ഫുഡ് പൂർണ്ണമായും ഒഴിവാക്കി. മാത്രമല്ല ആസ്മ രോഗമുള്ളയാളായിരുന്നതിനാൽ അതിനുള്ള സ്റ്റിറോയിഡുകൾ കഴിച്ചതോടെയാണ് അനന്ത് അംബാനിയുടെ ശരീരഭാരം വർദ്ധിച്ചത്. സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്നത് വിശപ്പ് കൂട്ടുമെന്നും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതോടെ ശരീരഭാരം കൂടുമെന്നും UK-യിലെ ആസ്മ ആൻഡ് ലങ്ങിന്റെ പഠനങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ആസ്മ ഉള്ളതുകൊണ്ട് തന്നെ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുന്നതിലും അനന്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു തടി കൂടാൻ കാരണമായത്. ഫിറ്റ്നസ് കോച്ച് വിനോദ് ഛന്നയുടെ ട്രെയിനിങ്ങിലൂടെയാണ് അനന്ത് 18 മാസം കൊണ്ട് 108 കിലോ കുറച്ചത്. 5 മുതൽ 6 മണിക്കൂർ വരെ വ്യായാമം, ദിവസവും 21 കിലോമീറ്റർ നടത്തം, യോഗ സ്ട്രെങ്ത് ട്രെയിനിങ്, വ്യായാമങ്ങൾ, കാർഡിയോ തുടങ്ങിയ കഠിനമായ വ്യായാമ മുറകൾ, കുറഞ്ഞ മോണോസാച്ചുറേറ്റഡ് ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, നാരുകളടങ്ങിയ ഭക്ഷണം, ഒപ്പം ഉറക്കം, സമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കാൻ ഫിറ്റ്നസ് പ്ലാൻ തുടങ്ങിയവയായിരുന്നു ആനന്ദ് അംബാനിയുടെ ഡയറ്റ് പ്ലാൻ. ലോകത്തിൽ 100 കോടി ജനങ്ങൾ അമിതഭാരമുള്ളവരാണെന്ന കണക്കുകൾ നേരത്തെ പുറത്തു വന്നിരുന്നതാണ്. ഇന്ത്യയിലും അമിതഭാരം വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ബോഡി മാസ് ഇൻഡെക്സ് 25 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയാൽ അമിതഭാരമായും 30 കൂടിയാൽ പൊണ്ണത്തടിയായും കണക്കാക്കുന്നു. മാനസികാരോഗ്യത്തെയും അമിതഭാരം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. COVID-19 സമയത്തും അമിതഭാരം വെല്ലുവിളി ഉയർത്തിയിരുന്നു. എന്തായാലും അമിതഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ ആ ഭാരം കൊണ്ട് ജീവിക്കാതെ അതിനോട് പൊരുതി സാധാരണ ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനന്ത് അംബാനിയുടെ ജീവിതം ഒരു ഉദാഹരണമാണ്.